കേരള സർവകലാശാലയിൽ അധികാരപ്പോര് തുടരുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം അവഗണിച്ച് അക്കാദമിക് കൗൺസിൽ യോഗം വിളിക്കാൻ VC മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നോട്ടീസ് ഇറക്കി. അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ച മിനി കാപ്പന്റെ ഉത്തരവ് വ്യാജമാണെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കി യോഗം വിളിച്ചതിന് പിന്നാലെയാണ് VCയുടെ അടുത്ത നടപടി. ഓഗസ്റ്റ് 14-ന് അക്കാദമിക് കൗൺസിൽ യോഗം വിളിക്കാൻ മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. പിന്നാലെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ അംഗങ്ങൾക്കായി നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രമേയങ്ങൾ അവതരിപ്പിക്കാനുള്ളവർ ജൂലൈ 23-ന് മുൻപ് നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. എന്നാൽ മിനി കാപ്പന്റെ ഉത്തരവിനെതിരെ ശക്തമായ എതിർപ്പ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രേഖപ്പെടുത്തി. അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ച ഉത്തരവ് വ്യാജമെന്നായിരുന്നു പ്രതികരണം. രജിസ്ട്രാർ എന്ന പേരിൽ ഒരു കത്ത് പോയിട്ടുണ്ട്. രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിലും ഒരു കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇതൊരു വ്യാജരേഖ ചമയ്ക്കലാണ്. അത് രജിസ്ട്രാർ നിയമപരമായി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് VC. അതിനിടയിലാണ് അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ സർവകലാശാല ചട്ടപ്രകാരം 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട്. ആയതിനാൽ ജൂലൈ 26-ന് മുൻപ് യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.